എത്ര ഗ്രാം ഉണ്ടായിരുന്നു അത്? 400 grams. അത് എവിടുന്ന് പിടിച്ചു എന്നാ അവര് പറഞ്ഞത്? പല സ്ഥലത്തിലുണ്ടായിരുന്നു സ്റ്റോറിനകത്ത്, പല സ്ഥലത്ത്. പക്ഷെ സ്റ്റോറിൽ അല്ലേ? എന്റെ സ്റ്റോറിനകത്ത്. അല്ല, അവിടുന്ന് കണ്ടെടുക്കുമ്പോൾ ശോഭ എവിടെ ഇല്ലായിരുന്നു? ഇല്ല, ഞാൻ അവിടെ ഇല്ല. ഞാനൊരു 25-30 കിലോമീറ്റർ അപ്പുറം വെള്ളാർ എന്ന് പറഞ്ഞ കോവളം സ്ഥലത്തായിരുന്നു. വഴുതക്കാട് എന്ന എന്റെ സ്റ്റോർ തിരുവനന്തപുരത്ത്. അപ്പൊ ഞാൻ പറയുന്നുണ്ട് അവരോട്, ഞാനിത് ചെയ്തിട്ടില്ല. വേറെ എന്തും സഹിക്കാം, പക്ഷെ ചെയ്യാത്ത കുറ്റത്തിന് ആരോപണം നേരിടേണ്ടി വരിക, ശിക്ഷിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല, ഒട്ടും സഹിക്കാൻ കഴിയില്ല. അതിപ്പോ വലിയ എന്തെങ്കിലും കുറ്റമാവണമെന്നൊന്നുമില്ല. ഈ കുട്ടികളായിരിക്കുമ്പോ തന്നെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് ചെയ്യാത്ത കുറ്റത്തിന് വഴക്ക് കേട്ടിട്ടുണ്ടാകും. അല്ല, വഴക്ക് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഉമ്മയോ ഉപ്പയോ ആവാം, അല്ലെങ്കിൽ വല്യമ്മയോ വല്യപ്പയോ ആകാം. പക്ഷെ സ്വന്തം ഉമ്മയാണെങ്കിൽ പോലും ചെയ്യാത്ത കുറ്റത്തിന് വഴക്ക് പറഞ്ഞാൽ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ട്രോമ വളരെ വലുതാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല. എനിക്കതൊരിക്കലും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. ചെയ്യാത്ത കുറ്റത്തിന് അപമാനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനോളം നമ്മളെ തളർത്തുന്ന വേറൊന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണല്ലോ ദീപക് ആത്മഹത്യ ചെയ്തത്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ലോകത്തിന് മുഴുവൻ മുന്നിൽ വെച്ച് സിംജിത എന്ന് പറയുന്ന സ്ത്രീ ദീപകിനെ അപമാനിച്ചു. അങ്ങനെ അപമാനം സഹിക്കാൻ കഴിയാതെ അയാൾ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്ന എത്രയോ നിരപരാധികളുടെ കണ്ണീരും നിലവിളികളും ഇന്നും നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലും ജയിലുകളിലും കോടതി മുറികളിലും എല്ലാം നിലക്കാതെ മുഴങ്ങുന്നുണ്ട്. ദീപകിന്റെ മരണം ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ദീപക് ഒറ്റക്കല്ല, ദീപകിനെ പോലെ 1000 പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഭൂരിഭാഗവും പുരുഷന്മാർ തന്നെയാണ്. പുരുഷന്മാരാകുമ്പോൾ പിടിച്ചു കൊണ്ടുപോകാനും ലോക്കപ്പിലിട്ട് തല്ലിച്ചതയ്ക്കാനും ഒക്കെ എളുപ്പമാണല്ലോ. ആരും ചോദിക്കാനും പറയാനൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ പുരുഷന്മാർക്ക് മാത്രമല്ല കേട്ടോ, ചില സ്ത്രീകൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ശോഭ വിശ്വനാഥ്, മുൻ ബിഗ് ബോസ് താരമായിരുന്ന ശോഭയെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിന് ആവശ്യമില്ലല്ലോ അല്ലെ. ചെയ്യാത്ത കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ശോഭ. പലർക്കും ശോഭയുടെ ഈ ജീവിതകഥ അറിയുന്നുണ്ടാകും. ബിഗ് ബോസിൽ വെച്ചൊക്കെ അവർ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. പ്രണയം നിരസിച്ചതിന്റെ പേരിൽ ശോഭയുടെ സുഹൃത്ത് തന്നെ അവരോട് പ്രതികാരം വീട്ടുകയായിരുന്നു. സുഹൃത്ത് എന്ന് പറയുമ്പോൾ അയാളുടെ പേര് മനീഷ് എന്തോ മറ്റോ ആണ്. ഒരു ഹോസ്പിറ്റൽ മുതലാളിയാണ്, UK സിറ്റിസൺ ആണ്. അതായത് ആളെ വലിയ പാർട്ടിയാണ്. ഇയാൾ ശോഭയെ പ്രപ്പോസ് ചെയ്തു. പക്ഷെ ശോഭ നോ പറഞ്ഞു. അത് അയാൾക്ക് പിടിച്ചില്ല. ഇയാൾ എന്ത് ചെയ്തു? ശോഭയുടെ ബിസിനസ് സ്ഥാപനത്തിൽ കഞ്ചാവ് കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് പോലീസുകാരെ വിളിച്ചു പറഞ്ഞു. പോലീസ് വന്നു റെയ്ഡ് നടത്തി കഞ്ചാവ് കണ്ടെത്തി ശോഭയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അതാണ് ഉണ്ടായത്. പിന്നീട് ശോഭ നിയമപരമായി ഫൈറ്റ് ചെയ്ത് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കുകയും യഥാർത്ഥ പ്രതികളെ പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷെ കുറച്ചു കാലം സമൂഹത്തിന് മുന്നിൽ കഞ്ചാവുകാരെന്ന വിളിപ്പേര് കേട്ട് നടക്കേണ്ടി വന്നു ശോഭക്ക്. ശോഭയെ ഏറ്റവും വിഷമിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലം ശോഭയുടെ കീഴിൽ ജോലി ചെയ്തൊരു സ്ത്രീ, ശോഭ അമ്മയെ പോലെ കണ്ടൊരു സ്ത്രീയാണ് ഈ കഞ്ചാവ് അവിടെ കൊണ്ടുപോയി വെക്കാൻ മറ്റാളെ സഹായിച്ചത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 24 ന്യൂസിലെ തമ്മിൽ എന്ന് പറയുന്ന പരിപാടിയിൽ ശോഭ ഇക്കാര്യത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കുന്നുണ്ട്. ജയിലിൽ കിടന്ന നിരപരാധികൾ എന്ന ടൈറ്റിലാണ് കഴിഞ്ഞ ദിവസം തമ്മിൽ എന്ന പരിപാടി നടക്കുന്നത്. പേര് പോലെ തന്നെ ചെയ്യാത്ത തെറ്റിൽ ശിക്ഷിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളായിരുന്നു ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ഈ ഷോയിലെ അതിഥികൾ. അങ്ങനെയാണ് ശോഭയും ഈ പരിപാടിയുടെ ഭാഗമാകുന്നത്. നമുക്ക് എന്തായാലും ശോഭ എന്തൊക്കെയാണ് പറയുന്നത് കേട്ടോക്കാം. ശോഭയുടെ ജീവിതകഥ നമ്മൾ ഫ്ലവേഴ്സ് ഒരു കോടിയിലൂടെ ആൾക്കാർ കണ്ടതാണത്. അപ്പൊ എന്നാലും ആൾക്കാരെ ആർക്ക് വേണമെങ്കിലും ശോഭയുടെ അനുഭവം ഉണ്ടാകാം എന്നുള്ളത് ഈ നാട്ടിൽ പകൽ പോലെ സത്യമാണ്. പെട്ടെന്ന് ആൾക്കാരെ ഓർമ്മ പുതുക്കാൻ വേണ്ടി എന്താ സംഭവിച്ചത്? ജാനുവരി 12, 2021 ശോഭ എന്ത് ചെയ്യായിരുന്നു ആ സമയത്ത്? ഞാൻ കൈത്തറി മേഖലയിലാണ്. 15 വർഷമായിട്ട് എനിക്കൊരു ബ്രാൻഡ് ഉണ്ട്, വീവേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞു. അപ്പം രണ്ടാമത്തെ സ്ഥാപനം കോവിഡ് കഴിഞ്ഞ് നമ്മൾ റീ ഓപ്പൺ ചെയ്ത സമയം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റോറ് കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിനകത്ത് ഓപ്പൺ ചെയ്ത് അപ്പം അതിൻ്റെ കാര്യമായിട്ട് തിരക്കുമായിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോഴത്തെ സ്റ്റോറ് വഴുതക്കാടുള്ള സ്റ്റോറ് റിനോവേഷൻ പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പം അന്ന് കുറേ വർക്കേഴ്സ് ഉണ്ടായിരുന്നു, 10-20ഓളം വർക്കേഴ്സ് പഴയ സ്റ്റോറിലും പുതിയ സ്റ്റോറിലും. ഞാൻ റിക്രൂട്ട്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റോക്കും കാര്യങ്ങളുമായിട്ട് ഞാൻ തിരക്കിലായിരുന്നു. അപ്പോൾ അന്ന് ക്രാഫ്റ്റ് വില്ലേജിനകത്ത് മഫ്റ്റിയിൽ 2 പേര് വന്ന് എൻ്റെ ഫോണൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഭയങ്കര ഹറാസ് ചെയ്യുന്ന രീതിയിൽ ചോദ്യങ്ങൾ തുടങ്ങി. നീ എന്ത് തരം ബിസിനസ്സാണ് ചെയ്യുന്നത്, എന്ന് തുടങ്ങി നീ ഇങ്ങനത്തെ പരിപാടികൾ. അതും അപ്പോഴും എനിക്കൊരു ക്ലാരിറ്റി തന്നിട്ടില്ല. വന്ന് അവിടെ നിന്ന് തന്നെ പഴയ സ്റ്റോറിലേക്ക് കൊണ്ടുപോകായിരുന്നു. അപ്പം ജീപ്പിൽ കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കയറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വണ്ടിയിൽ അവർ ഓടിച്ചു, ഞാനിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. എനിക്ക് അപ്പോഴും എൻ്റെ ചിന്ത പെട്ടെന്ന് അച്ഛനും അമ്മേനെ പറ്റിയാണ്. ഫസ്റ്റ് തിങ് എനിക്ക് ചിന്ത പോകുന്നത് വയസ്സായ അച്ഛനും അമ്മയുണ്ട്. അവർക്ക് ഈ ന്യൂസ് കിട്ടുകയാണെങ്കിൽ അവർക്ക് എന്താ സംഭവിക്കാന്ന് എനിക്ക് ആദ്യമായി പോയി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്താണെങ്കിലും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഉണ്ടാവില്ല, നിങ്ങൾ വെറുതെ വിടത്തില്ലെന്ന് ഞാൻ അങ്ങനെ എന്തോ പറഞ്ഞു. ശോഭ ഈ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ശോഭ ആദ്യം ഓർത്തത് തന്റെ വയസ്സായ മാതാപിതാക്കളെ കുറിച്ചാണ്. നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യൻ ശിക്ഷിക്കപ്പെടുമ്പോൾ ഇവിടെ ഇരയാകുന്നതും ശിക്ഷിക്കപ്പെടുന്നതും അയാൾ മാത്രമല്ല, അയാളുടെ കുടുംബം കൂടിയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ശോഭയുടെ വാക്കുകളിലുണ്ട്. ഇനി തെറ്റ് ചെയ്തിട്ടാണ് ഒരാൾ ശിക്ഷിക്കപ്പെടുന്നതെങ്കിൽ പോലും അയാളുടെ കുടുംബം അനുഭവിക്കേണ്ടി വരുന്ന ഒരു അപമാനമുണ്ട്. സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അയാളുടെ കുടുംബം അപമാനിക്കപ്പെടും. സ്കൂളിൽ വെച്ച് കുട്ടികളും അധ്യാപകരും അയാളുടെ മക്കളെ കളിയാക്കും. ഒരാൾ ചെയ്ത തെറ്റിന് നിരപരാധി അയാളുടെ
അയാളുടെ ഭാര്യയും മക്കളും മാതാപിതാക്കളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ വളരെ കഷ്ടമാണ്. അങ്ങനെ വരുമ്പോൾ തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യന്റെ കുടുംബം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു പോലീസ് കേസ് വന്നാൽ മാത്രം മതി, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും ആരും നോക്കൂല. ഒരു പോലീസ് വണ്ടി വന്ന് വീട്ടിന് മുന്നിൽ നിർത്തിയാൽ തീർന്നു, അതോടെ നിങ്ങൾ തെറ്റുകാരനായി. പിന്നെ അത്രയും കാര്യം നിങ്ങളോട് സഹകരിച്ചിരുന്ന വീട്ടുകാരും കുടുംബക്കാരും അയൽക്കാരും ഒക്കെ നിങ്ങളെ നോക്കി കാണുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. അപ്പൊ നമുക്കുണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ, അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. അതിന്റെ തീവ്രത എത്രത്തോളമാണെന്നുള്ളത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ആർക്കും അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും ശോഭക്ക് പറയാനുള്ളത് ബാക്കിയൂടെ കേട്ടോക്കാം. പിന്നെ എനിക്കൊരു ടെൻഷൻ ആയിപ്പോയി, എന്താണ് സംഭവിക്കുന്നത്. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ആരെങ്കിലും ട്രാപ്പ് ചെയ്തായിരുന്നു. എക്സാക്ട്ലി. സോ അപ്പം അവിടെ എത്തിയപ്പോൾ തന്നെ എന്റെ പഴയ സ്റ്റോർ എത്തിയപ്പോൾ തന്നെ 10-30ഓളം ഓഫീസേഴ്സ് മഫ്റ്റിയിലും പോലീസ് വേഷത്തിലും ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഇത് ട്രാപ്പാണെന്ന്. ഫസ്റ്റ് തിങ് വാട്ട് ഐ സെഡ് ഇസ്, ഇത് ട്രാപ്പാണ്. നിങ്ങൾ ഒന്നീ എനിക്ക് എന്റെ ഡിവോഴ്സ് കേസ് നടക്കുകയാണ്, ഒന്നീ അയാളായിരിക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പ്രപ്പോസൽ വന്നു, അയാളോട് ഞാൻ നോ പറഞ്ഞതിനെ കൊണ്ട് 1 വർഷമായിട്ട് എന്നെ നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ അയാളായിരിക്കാം എന്ന് പറഞ്ഞ് അകത്ത് പോകുമ്പോഴും അവരെന്നെ എന്തൊക്കെയോ എടുത്തുകൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. അത് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. കഞ്ചാവായിരുന്നു. അപ്പം ഞാൻ അവരോട് പറയുന്നുണ്ട്, ഞാൻ എന്റെ CCTV ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യൂ, ഇതൊരു ട്രാപ്പാണ്, അല്ലെങ്കിൽ എന്നെ നിങ്ങൾ മെഡിക്കൽ ടെസ്റ്റിന് കൊണ്ടുപോകും. എനിക്ക് അറിയില്ല എന്നല്ലാതെ എനിക്ക് വേറെ എന്ത് പറയണം എന്നറിയില്ല. അപ്പൊ തന്നെ അവർ 400 grams. പല സ്ഥലത്തിലുണ്ടായിരുന്നു സ്റ്റോറിനകത്ത്, പല സ്ഥലത്ത്. പക്ഷെ എന്റെ സ്റ്റോറിനകത്ത് ഇല്ല, ഞാൻ അവിടെ ഇല്ല. ഞാനൊരു 25-30 കിലോമീറ്റർ അപ്പുറം വെള്ളാർ എന്ന് പറഞ്ഞ കോവളം സ്ഥലത്തായിരുന്നു. വഴുതക്കാട് തന്നെ എന്റെ സ്റ്റോർ തിരുവനന്തപുരത്ത്. അപ്പൊ ഞാൻ പറയുന്നുണ്ട് അവരോട്, ഞാനിത് ചെയ്തിട്ടില്ല എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാൻ. അതും ഫസ്റ്റ് FIR അവർ എഴുതി വെച്ചിരുന്നെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഫേക്ക് റിപ്പോർട്ട് എഴുതി വെച്ചിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാനാണ് ഈ വസ്തു എടുത്ത് കൊടുത്തതെന്നും ഒക്കെയാണ് അവർ റിപ്പോർട്ട് എഴുതി വെച്ചിരുന്നത്. ഓക്കെ, ഇതുപോലുള്ള ഫേക്ക് FIR-കൾ തകർത്ത് കളഞ്ഞ ഒരുപാട് ജീവിതങ്ങളുണ്ട്. ശോഭയുടെ ബിസിനസ് സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തി കഞ്ചാവ് പിടിച്ചെടുക്കുന്ന സമയത്ത് ശോഭ അവിടെ ഉണ്ടായിരുന്നില്ല. ശോഭയെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. എന്നിട്ട് പോലും FIR-ൽ എന്താണ് എഴുതിയതെന്ന് കണ്ടില്ലേ. റെയ്ഡ് നടക്കുന്ന സമയത്ത് ശോഭ അവിടെ ഉണ്ടായിരുന്നു. ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് നിന്നും കഞ്ചാവ് എടുത്തു തന്നത് ശോഭയാണ് എന്നൊക്കെയാണ് പോലീസുകാർ FIR-ൽ എഴുതി വെച്ചിരുന്നത്. ഒരു കേസിൽ FIR-നുള്ള പ്രാധാന്യം എന്താണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ആ FIR-ലാണ് ഇങ്ങനെ തോന്നിയ പോലെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊരു കേസിലെ മാത്രം കാര്യമല്ല, എല്ലാ കേസിലെയും കാര്യം ഇങ്ങനെ തന്നെയാണ്. കേസിന് ബലം കിട്ടാൻ എന്ന പേരും പറഞ്ഞുകൊണ്ട് FIR-ൽ തോന്നിയ പോലെ എഴുതി പിടിപ്പിക്കുന്ന പോലീസുകാർ. ഒരു പേനയും പേപ്പറും മാത്രം മതി ഒരു പോലീസുകാരന് നിഷ്പ്രഭം ഒരുത്തനെ ജീവിതം തൊലിച്ചു കളയാൻ. ആ പേനയും പേപ്പറും തന്നെ ധാരാളം. ഭാവനയിൽ വരുന്ന കാര്യങ്ങൾ അങ്ങോട്ട് എഴുതി പിടിപ്പിക്കുക, അത്ര തന്നെ. സ്വന്തം കാര്യത്തിലാണെങ്കിൽ അവരിങ്ങനെ ചെയ്യും. നിരപരാധികളായിട്ടുള്ള മനുഷ്യന്മാർ ഇവിടെ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ കേസിലെല്ലാം 1ാം പ്രതികൾ ഇവിടുത്തെ പോലീസുകാരാണ്. ഒരു നിരപരാധി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറസ്റ്റ് ചെയ്ത എല്ലാ പോലീസുകാരും അതിനുള്ളത് അനുഭവിക്കണം എന്നാണ് എന്റെ ഒരു ഇത്. എന്തായാലും ശോഭക്ക് പറയാനുള്ളത് ബാക്കിയുള്ള കേട്ടോക്കാം. ശരിക്കും ഈ നമ്മൾ അവസാനം ഈ കഥയുടെ അന്ത്യത്തിൽ ഇത് പൊള്ളുന്ന ഒരു പരമാർത്ഥമാണല്ലോ. ഇതിന്റെ ഒടുവിൽ ഇത് ആരാണ് ഈ സാധനം അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തത്? അത് വിളിച്ചു പറഞ്ഞതും ഈ കൊണ്ട് വെച്ചതും എല്ലാം കൂടി 3 പേരാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഒന്ന് എന്റെ സ്റ്റാഫ്, ഒരു ജോലിക്കാരി കെയർടേക്കർ ഉണ്ടായിരുന്നു ഉഷ എന്ന് പറഞ്ഞിട്ട്. അവര് അതെ, എത്രയോ വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അമ്മയെ പോലെ ഞാൻ സ്നേഹിച്ച്, അവരിപ്പോ അത് കാണുന്നുണ്ടെങ്കിൽ അത് 10,000 രൂപയ്ക്ക് വേണ്ടിട്ട് അവർ എന്നോട് ചെയ്തത് മനസ്സിലായി. ആ ചേട്ടത്തെ കുറിച്ച് ഏകദേശം ശരി. 10 വെള്ളിക്കാശിന് വേണ്ടി യൂദാസ് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത കഥ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വെറും 14 രൂപയ്ക്ക് വേണ്ടി ശോഭ അമ്മയെ പോലെ കണ്ടിരുന്ന ഒരു സ്ത്രീ ശോഭക്ക് തന്നെ പണി കൊടുത്തത്. സ്വന്തം സ്ഥാപനത്തിലെ ജോലിക്കാരിൽ നിന്ന് തന്നെ ഇങ്ങനൊരു ചതി നേരിടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അത് നമ്മൾ അത്രയും കാര്യമായി കണ്ടിരുന്ന ഒരാൾ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ആരാരും തകർന്നു പോകും. ശോഭയുടെ അനുഭവം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ദിയാകൃഷ്ണയ്ക്ക് ഉണ്ടായ അനുഭവമാണ്. അത്രയും വിശ്വസ്തരായ ജോലിക്കാർ തന്നെയാണല്ലോ ദിയെ ഇതുപോലെ പറ്റിച്ചത്, ലക്ഷങ്ങൾ തട്ടിയത്. എന്തായാലും ബാക്കിയോട് കേട്ടോക്കാം. അപ്പം അവര് ഈ കാശ് വാങ്ങിച്ചിട്ട് അവര് CCTV ഓഫ് ചെയ്യും, ഓൺ ചെയ്യുകയും ചെയ്തു. അതാണ് അവർ അവിടെ ചെയ്ത അടുത്തൊരു. അതെ, കൊണ്ടുവെക്കാൻ ആയിട്ട് അതെല്ലാം ഉണ്ട്. അപ്പം ഇത് കൊടുത്തു വിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഫയർ ചെയ്ത് വിട്ട ഒരു എംപ്ലോയിന്റെ കയ്യിൽ. അപ്പം ആ ചെറുക്കൻ വിവേക് രാജ് എന്ന് പറഞ്ഞ പയ്യൻ, അവന് എല്ലാ സ്ഥലങ്ങളും അറിയാം. സ്റ്റുഡിയോ, നൂക്ക് ആൻഡ് കോർണർ, ഇവിടെ എന്തൊക്കെയാണെന്ന് അവന് നന്നായിട്ട് അത് ഫുൾ സ്കെച്ച് അറിയാന്നുള്ളൊരു പയ്യന്റെ കയ്യിലാണ് ഇത് കൊടുത്തു വിട്ടത്. കൊണ്ടുവച്ചത് ഞാൻ നോ പറഞ്ഞതിന്. അതാണ് മെയിൻ ആയിട്ട് നോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ഇതാണ്. അപ്പം ഹരീഷ് ഹരിദാസ് എന്ന് പറഞ്ഞ ലോർഡ്സ് ഹോസ്പിറ്റലിന്റെ MD ആയിരുന്നു.
UK സിറ്റിസൺ ആണ്. ആളാണ് ഇത് നമ്മുടെ കേസിലെ പ്രതി അല്ലേ? അതെ, ഒന്നാം പ്രതി. ഈ പോലീസ് സ്റ്റേഷനിൽ 400 ഗ്രാം കൊണ്ടുവച്ചതിന്റെ ആദ്യ ദിവസം ഉണ്ടല്ലോ, ഈ പിടിച്ച ആദ്യ ദിവസം അവരെന്താ ചെയ്ത് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി? അല്ല, എന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ ഫ്ലാറ്റിലോട്ട് കൊണ്ടുപോയി തെളിവെടുക്കാൻ. അവിടെ ഫ്ലാറ്റിലും എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്. താങ്ക് ഗോഡ് അവിടെ സ്ട്രിക്ട്ലി CCTVയും സെക്യൂരിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് അവിടെ കൊണ്ട് വെക്കാൻ പറ്റില്ല. അവിടെ ഫുൾ സെർച്ച് ചെയ്ത് ഫുൾ നശിപ്പിച്ച്, എന്റെ സ്റ്റുഡിയോ ആണെങ്കിലും അത്രയും നശിപ്പിച്ച്, ഭയങ്കര ട്രോമറ്റൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പം ഇവിടെ നിന്ന് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന നേരത്തെ എന്റെ ബ്രദർ വന്നു. ഈ 20-30 പോലീസുകാർ എന്നെ ചോദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല അന്ന് ഞാൻ അനുഭവിച്ച ഹറാസ്മെന്റ്. അതിലേതെങ്കിലും പോലീസുകാരെ വിശ്വസിച്ചോ ശോഭ കുറ്റമൊന്നും ചെയ്തിട്ടില്ല? സ്ത്രീ, ഒറ്റ വനിതാ, ഒരു SI, അവര് മാത്രമാണ് എനിക്ക് സ്ത്രീ എന്നൊരു പരിഗണന തന്നത്. ബാക്കി എല്ലാരും കുറ്റവാളിയായിട്ട് കണ്ടത്. കുറ്റവാളിനെയും കാട്ടി ചോദ്യം ചെയ്യലുണ്ടല്ലോ, അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാവും, അവർക്കേ മനസ്സിലാവുള്ളൂ അതിന്റെ ഒരു പെയിൻ എന്താണ്. അതെ, അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും അപമാനവും ഒക്കെ നമുക്കൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടാകുന്നവരിൽ ചിലർ ആകെ തകർന്നു പോകും, ജീവിതം തന്നെ അവസാനിപ്പിക്കും. നമ്മുടെ ദീപക്കിനൊക്കെ പോലെ ചിലരാണെങ്കിൽ ശക്തമായി പോരാടും, നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ തളരാതെ പോരാടാൻ കഴിഞ്ഞോളണമെന്നില്ല. താൻ തന്നെ ഒരു വേളയിൽ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിരുന്നു എന്ന് ശോഭ ഈ പരിപാടിയിൽ വെച്ച് പറയുന്നുണ്ട്. അതാണ്, എത്ര കരുത്തനായ ഒരു മനുഷ്യനാണെങ്കിലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അപമാനിക്കപ്പെടുമ്പോൾ ഒന്ന് തളർന്നിരുന്നു പോകും. ആ സമയത്ത് അവരുടെ കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിൽ ഒരു പക്ഷെ എത്ര കരുത്തനായാലും ആദ്യം ചിന്തിക്കുക ആത്മഹത്യയെ കുറിച്ച് തന്നെയായിരിക്കും. ഈ പരിപാടിയിൽ തന്നെ എത്ര മനുഷ്യന്മാരുടെ അനുഭവങ്ങളാണുള്ളത്. മകളുടെ കല്യാണം നടത്താൻ വേണ്ടി നാട്ടിൽ നിന്ന് വന്ന പ്രവാസിയായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാളെ സ്വന്തം കുടുംബത്തിന് മുന്നിൽ വെച്ചാണ് പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. മാല മോഷ്ടിച്ചെന്നായിരുന്നു അയാൾക്കെതിരെ ചുമത്തിയ കുറ്റം. ശോഭയെ പോലെ തന്നെ സെൻസേഷനായ ഒരു കേസ് തന്നെയായിരുന്നു അതും. 2 മാസത്തോളമാണ് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ആ മനുഷ്യന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ജയിലിൽ കിടന്നത് പോട്ടെ, അയാൾ അനുഭവിക്കേണ്ടി വന്ന അപമാനം എത്രത്തോളം ആയിരിക്കുന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. പോലീസുകാരുടെ അനാസ്ഥയും വാശിയും ഈഗോയുമാണ് അന്ന് അയാൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ പ്രതിയാക്കിയത്. പരമദണ്ഡിയായിട്ടുള്ള ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ മാത്രം മതി ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്നുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലേക്ക്. ഒരു കള്ളക്കേസ് ഉണ്ടാക്കാനൊന്നും യാതൊരു പണിയുമില്ല, അതാണ് അവസ്ഥ. 24 ന്യൂസിലെ തമ്മിൽ എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുടെ അനുഭവം കേട്ടാൽ മാത്രം മതിയാകും. അവരുടെ ജീവിതം തകർത്തതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് പോലീസുകാരാണ്. പോലീസുകാരെ ഞാൻ മൊത്തത്തിൽ അധിക്ഷേപിക്കുകയല്ല, പക്ഷെ നിയമം കയ്യിലുള്ളതിന്റെ അഹങ്കാരം കൊണ്ട് പാവങ്ങളുടെ ജീവിതം വെച്ച് പന്താടുന്ന കുറെ കാക്കിക്കുപ്പായക്കാരുണ്ട്. അവരെയൊക്കെ നിലക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇവിടെ ഇനിയും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്, അപമാനിക്കപ്പെടരുത്, ഒരു നിരപരാധിയുടെയും ജീവിതം നഷ്ടമാവരുത്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിലേക്ക് പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.